ഹായ് കൂട്ടുകാരെ, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോണത് എന്താണെന്നറിയോ? നല്ല ബബ്ലൂസ് നാരങ്ങയുടെ ഒരു അച്ചാറാണ് കേട്ടോ. അപ്പൊ അത് എല്ലാവരും ഇതേപോലെ ഇൻഗ്രീഡിയൻസ് അനുസരിച്ച് തന്നെ എല്ലാവരും ചേർക്കണേ. 3 ബബ്ലൂസ് നാരങ്ങയാണ് ഞാൻ അല്ലിയെടുത്തിട്ട് ഉണ്ടാക്കുന്നത്. ഞങ്ങളെ മക്കളെ വീട്ടിലുണ്ടായ ബബ്ലൂസ് ആണ്. അപ്പൊ അത് കിട്ടിയപ്പോൾ ഞാൻ അച്ചാറിടുക. അപ്പൊ അത് കൊടുന്നിട്ട് കഴുകിയിട്ട് ഇതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുക. അധികം തട്ടിക്കാതെ അത് നടു മാത്രം മുറിച്ചിട്ട് ഇങ്ങനെ അല്ലിയല്ലാതെ എടുത്ത് അതിന്റെ കുരു മാറ്റിയിട്ട് അല്ലി മാത്രം എടുത്തിട്ട് ഒരു പാത്രത്തേക്ക് വെക്കുക. ഈ അല്ലി നമുക്ക് വെറുതെ തിന്നാനും നല്ല ടേസ്റ്റാണ്. അപ്പൊ ഷുഗർ ഉള്ളവർക്കൊക്കെ ഏറ്റവും ഉത്തമമായ ഒരു ഫ്രൂട്ട്സ് ആണ് ഇത് കേട്ടോ. അപ്പൊ എല്ലാരും ഇതേപോലെ തന്നെ അച്ചാർ ഉണ്ടാക്കണേ. അപ്പൊ അതിലേക്ക് വേണ്ട ഞാൻ എണ്ണയാണ് ചേർക്കുന്നത്. നിങ്ങൾ വെളിച്ചെണ്ണ ഓയില എന്ത് വേണമെങ്കിലും ചേർത്തിട്ടുണ്ടാക്കാം. അപ്പൊ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകും പാകത്തിന് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചെറിയ പീസാക്കിയിട്ട് അത് ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അച്ചാർ പൊടിയും മുളക് പൊടിയും ഞാൻ അളവ് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഈ ഉലുവയും സ്വല്പം കായത്തിന്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാതും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മള് മുറിച്ച് വെച്ചിട്ട് അല്ലിയെടുത്ത് വെച്ച നാരങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് ആ നാരങ്ങയുടെ അല്ലിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് എല്ലാ മസാലകളും പിടിച്ചിങ്ങി അതിലേക്ക് സ്വല്പം പഞ്ചസാര അല്ലെങ്കിൽ ശർക്കരയുടെ പൊടിയട്ടം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പൊ നമ്മൾ അച്ചാർ റെഡി. ഇനി ഇത് നല്ലോണം ചൂടാറുമ്പോൾ ഒരു പാത്രം എടുത്തിട്ട് ഒരു ഡപ്പ് എന്തെങ്കിലും എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുക. അത് നല്ലോണം തുടച്ചിട്ട് ഇതേപോലെ നമുക്ക് എടുത്ത് വെക്കാട്ടോ. അപ്പൊ ഈ അച്ചാർ നല്ല ഗുണമുള്ളതും നല്ല ടേസ്റ്റുള്ള അച്ചാറുമാണ്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഷെയർ ചെയ്യുക.